നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ചോറുണ്ടാക്കിയാലോ. അതിന് വേണ്ടി നമുക്ക് സവോള അല്ലെങ്കിൽ ഉള്ളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഒക്കെ നമ്മൾ എടുത്ത് വെക്കണം. അതിന് ശേഷം ചെറിയൊരു പാത്രത്തിൽ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അതിനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കറികളൊന്നും നമുക്കില്ലെങ്കിൽ ഉണക്കച്ചെമ്മീനൊക്കെ വളരെ കുറച്ചല്ലേ പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു നേരമൊക്കെ നമുക്ക് ഫുള്ള് കഴിക്കാനൊന്നും തികഞ്ഞെന്ന് വരില്ല. അപ്പം നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് 2 പേർക്ക് 3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചോറെടുത്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതെൻ്റെ അമ്മ എന്നെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ കഴിച്ചായിരുന്നു. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക, പച്ചമുളക് ഇടുക, ഇഞ്ചിയൊക്കെ ഇടുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സവോള ഇടുക. ഉള്ളി ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ഇട്ടതിന് ശേഷം ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ചിലർക്ക് അത് നന്നായിട്ട് മൊരിഞ്ഞ് കിടക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ സവാളയ്ക്ക് അങ്ങനെ കിടക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ആക്കിയെടുക്കുക. അല്ല ഒരുപാട് അങ്ങനെ ആകുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് അത്രയും വഴറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഇനിയും നമുക്ക് ഉപ്പിടേണ്ടി വരും ചോറിടുമ്പോഴത്തേനും. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് പൊടികളൊക്കെ ഇടേണ്ടതായിട്ട് വരും. ഇനി അടുത്ത പൊടികളെന്ന് പറയുന്നത് നമുക്ക് മഞ്ഞൾ പൊടി ഉണ്ട്, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിക്കൻ മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല ചേർക്കുക. മസാലയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചേർക്കണ്ട. പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ടിട്ടാണ് പൊടികളൊക്കെ ചേർക്കേണ്ടത് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. എന്നിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ മസാലപ്പൊടിയുടെ ഫ്ലേവർ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഇടണ്ടെങ്കിൽ ഇടണ്ട, ആ ഒരു നോർമൽ ടേസ്റ്റിലത് കിട്ടും. ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനുണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ബിരിയാണി അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. അല്ല നമ്മുടെ നോർമൽ ചോറാണ്, ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ ഉപ്പും കൂടി നോക്കിയിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെയൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞങ്ങൾ ചുമ്മാ അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്.